ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഫാസ്റ്റ് കുക്ക് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞാനിന്ന് വന്നിട്ടുള്ളത് നമ്മുടെ ചെമ്മീൻ കൊണ്ട് നല്ലൊരു അടയുണ്ടാക്കുന്ന റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ മുഴുവനായിട്ട് കാണുക. നമുക്കിത് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പി കൂടിയാണ്. അതുപോലെ തന്നെ നമുക്കിത് ചൂടോടെ കൂടി കഴിക്കാനും വളരെയധികം ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പി കൂടിയാണിത്. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ വരുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്താൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി വരും. അതും കൂടി ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. നമുക്ക് ആദ്യം തന്നെ അടയുടെ മാവ് റെഡിയാക്കി എടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാൻ റേഷൻ അരി 1/2 കിലോ റേഷൻ അരി കുതിർത്തി അതിന് ശേഷം നല്ല പോലെ കഴുകി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മീഡിയം സൈസിലുള്ള ഒരു ഉള്ളിയും അതുപോലെ തന്നെ 1 ടീസ്പൂണ് ജീരകം, നല്ല ജീരകം, ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് നല്ല പോലെ അരച്ചെടുക്കാം. അപ്പം ഞാൻ ഗ്രൈൻഡറിൽ അരച്ചെടുക്കുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ പൊടിയുണ്ടെങ്കിൽ പൊടി വെച്ച് ചെയ്താലും മതി. അപ്പം ഞാൻ ഇതിനായിട്ട് ചെമ്മീൻ എടുത്തിട്ടുണ്ട്. അത്യാവശ്യം വലുപ്പമുള്ള ചെമ്മീനെടുത്ത് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇതുപോലെ ചെറിയ ചെറിയ പീസാക്കി എടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, ഇതുപോലെ ചെറിയ ചെറിയ പീസാക്കി എടുക്കാം. ഇനി നമുക്ക് ഇതിനൊന്ന് മാഗ്നറ്റ് ചെയ്തെടുക്കാം. അപ്പം നമുക്കിത് ചെമ്മീനെ ഫ്രൈ ചെയ്തെടുക്കാനുള്ളതാണ്. അപ്പോൾ അതിന് വേണ്ടി നമുക്കൊന്ന് മാഗ്നറ്റ് ചെയ്യാം. അതിനായിട്ട് ഞാൻ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. 1/2 ടീസ്പൂണോളം കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് 1 ടേബിൾ സ്പൂണോളം വിനാഗിരിയും കൂടി ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുത്തതിന് ശേഷം നല്ല പോലെ കൈവച്ച് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്തതിന് ശേഷം ഒരു 15 മിനിറ്റ് നമുക്കിതൊന്ന് മാറ്റി വെക്കാം. ഇപ്പോൾ 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മുടെ ചെമ്മീനൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇതിനായിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നല്ല പോലെ ചൂടായതിന് ശേഷം നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാൻ ആവശ്യമായിട്ടുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കുക. നമ്മുടെ എണ്ണ നല്ല പോലെ ചൂടായി വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ നേരത്തെ മാഗ്നറ്റ് ചെയ്ത ചെമ്മീന് അതിലേക്ക് ഇട്ട് കൊടുക്കാം. എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കാം. മുഴുവൻ ചെമ്മീൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 1/2 ടേബിൾ സ്പൂണോളം മുളക് പൊടി ഇട്ട് കൊടുക്കാം. മുളക് പൊടി ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നല്ല പോലെ ഇതൊന്ന് ഫ്രൈ ആകുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഫ്രൈ ആയതിനു ശേഷം നമുക്ക് കോരി മാറ്റാം. അപ്പം ഞാൻ ചെമ്മീൻ നല്ല പോലെ ഫ്രൈ ആയതിനു ശേഷം കോരി മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ഫ്രൈ ആക്കി എടുത്ത അതേ എണ്ണയിൽ ചെമ്മീൻ ഫ്രൈ ആക്കി എടുത്ത അതേ എണ്ണയിൽ തന്നെയാണ് നമ്മൾ മസാല റെഡിയാക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിനായിട്ട് അതേ എണ്ണ ചൂടായതിനു ശേഷം ഇതിലേക്ക് പെരിഞ്ജീരകം, ഒരു 1/4 ടീസ്പൂണോളം പെരിഞ്ജീരകം ഇട്ട് പൊട്ടിച്ചെടുക്കാം. അത് പൊട്ടിയതിന് ശേഷം നമുക്കിതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, 1 പീസ് ഇഞ്ചിയും അതുപോലെ 5-6 അല്ലി വെളുത്തുള്ളിയും കൂടി ചതച്ചെടുത്തതാണ്. ഇതും കൂടി നമുക്ക് ഇട്ട് കൊടുത്ത് വഴറ്റാം. ഞാനിവിടെ 4 വലിയ പച്ചമുളക് എടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് എരിവിന് അനുസരിച്ച് മുളക് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. അപ്പം ഞാൻ 4 എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ പച്ചമണം പോകുന്നത് വരെ ഒന്ന് വഴറ്റാം. അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് ഉള്ളി ഇട്ട് കൊടുക്കാം. അപ്പം ഞാൻ 3 മീഡിയം സൈസിലുള്ള 3 ഉള്ളി എടുത്തിട്ടുണ്ട്. ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇതും കൂടി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ഉള്ളിയൊക്കെ ഇട്ടതിന് ശേഷം നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഉള്ളി ഏകദേശം വഴണ്ട് വരുന്നത് വരെ നമുക്കിതൊന്ന് വെയിറ്റ് ചെയ്യാം. എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാം. നമുക്കിത് വീട്ടിൽ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. അതുപോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പി കൂടിയാണ്. ഇത് ചൂടോടെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ എല്ലാവരും വീട്ടിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇനി നമുക്ക് മസാലയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. അപ്പം നമ്മൾ ചെമ്മീൻ ഫ്രൈ ചെയ്യുന്ന അതിലൊക്കെ ഉപ്പിട്ടതുകൊണ്ട് നമുക്ക് മസാലയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാവും.
അപ്പോൾ നമ്മുടെ ഉള്ളി ഏകദേശം വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. അപ്പം ഞാൻ 2 തക്കാളി എടുത്തിട്ടുണ്ട്. 2 തക്കാളി കട്ട് ചെയ്തത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി തക്കാളി വേവുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. നല്ല പോലെ വെന്ത് കിട്ടുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇപ്പം നമ്മുടെ തക്കാളി നല്ല പോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. അപ്പം ഞാൻ ഇതിനായിട്ട് 1/2 ടേബിൾ സ്പൂണ് ഗരം മസാലപ്പൊടി, 1/2 ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി, 1/2 ടേബിൾ സ്പൂണ് മുളക് പൊടി, 1/4 ടീസ്പൂണ് കുരുമുളക് പൊടിയും കൂടി എടുത്തിട്ടുണ്ട്. ഇത് മൊത്തത്തിൽ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് നല്ല പോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. അപ്പം ഈ പൊടികളുടെ ഒക്കെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ചെമ്മീനും കൂടി ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്ത് നല്ല പോലെ ഒന്ന് മിക്സാക്കി എടുക്കാം. നല്ല പോലെ ഒന്ന് മിക്സാക്കി എടുക്കാം. അപ്പം നമ്മുടെ മസാല ഏകദേശം റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇതൊന്ന് ഒരു 5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഒന്ന് ഇളക്കി നോക്കാം. ഏകദേശം 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മുടെ മസാല റെഡിയായി വന്നിട്ടുണ്ട്. നമ്മുടെ മസാല അങ്ങനെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അടയുണ്ടാക്കി എടുക്കാം. ഇതിനായിട്ട് നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ മസാലയും അതുപോലെ നമ്മൾ അരച്ച് വെച്ച മാവും ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങൾ മാവ് അരച്ചെടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളെ കയ്യിൽ പൊടിയുണ്ടെങ്കിൽ ഒരു മിക്സിയുടെ ചെറിയൊരു ജാറിൽ ഒരു ഉള്ളിയും അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂണ് ജീരകം ഇട്ട് അരച്ച് പൊടിയിൽ മിക്സ് ചെയ്ത് നല്ലപോലെ കുഴച്ചെടുത്ത് ഇതുപോലെ അടയുണ്ടാക്കിയെടുത്താലും മതി. അപ്പം ഞാൻ അട ഉണ്ടാക്കുന്നുണ്ട്. അപ്പം നമ്മൾ പത്തിരിയൊക്കെ ചുടുന്ന ആ ഒരു അച്ച് വെച്ചാണ് ഞാൻ ഇപ്പോൾ അടയ്ക്കുള്ള മാവ് ഷേപ്പാക്കി എടുക്കുന്നുള്ളത്. അപ്പം ഞാനിതൊന്ന് പരത്തി എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ച മസാല ഫില്ല് ചെയ്ത് കൊടുക്കാം. അപ്പം ഞാൻ അത്യാവശ്യം എരിവോട് കൂടി തന്നെയാണ് മസാല റെഡിയാക്കിയിട്ടുള്ളത്. അപ്പം നിങ്ങൾക്ക് ഇത്ര എരിവ് വേണ്ടാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ കുരുമുളക് കുറക്കാവുന്നതാണ്. കുരുമുളകോ പച്ചമുളകോ കുറച്ച് ഇടാവുന്നതാണ്. അപ്പം ഞാൻ അത്യാവശ്യം എരിവോട് കൂടിയായിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പം നമ്മൾ ഇതിലേക്ക് നമ്മുടെ മസാല വെച്ച് കൊടുത്തതിന് ശേഷം ഇതുപോലെ മടക്കി ഇതിൻ്റെ സൈഡ് ഭാഗമൊക്കെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അത് നമ്മൾ ആവിയിൽ വേവിച്ചെടുക്കുന്ന സമയത്ത് അത് പൊട്ടിപ്പോകാതിരിക്കാൻ വേണ്ടി ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. അതിനായിട്ട് ഞാൻ ഇതുപോലെ ഒരു പാത്രത്തിൽ വെള്ളം വെച്ച് അതിൻ്റെ മുകളിൽ ഒരു തട്ട് വെച്ച് കൊടുത്തതിന് ശേഷം ഒരു വാഴയിലയും വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വെള്ളം നല്ല പോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിലായിട്ട് നമുക്ക് ഓരോന്നായിട്ട് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇത് വെക്കുന്ന സമയത്ത് ശ്രദ്ധിക്കുക, തമ്മിൽ ഒട്ടിപ്പിടിക്കാത്ത രീതിയിൽ ഇടവിട്ട് വെച്ച് കൊടുക്കുക. ഇതുപോലെ വെച്ച് കൊടുത്തതിന് ശേഷം ഏകദേശം ഒരു 15 മിനിറ്റ് വരെ നല്ല പോലെ ഒന്ന് വേവിച്ചെടുക്കാം. അപ്പം നമ്മുടെ അട റെഡിയായിട്ട് വന്നിട്ടുണ്ട്. ഇപ്പം കണ്ടില്ലേ, നമ്മുടെ അട റെഡിയായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പം ഞാൻ നിങ്ങൾക്കിതൊന്ന് കാണിച്ചു തരാം, പീസാക്കി കാണിച്ചു തരാം ഇതെങ്ങനെയാണ് ഉണ്ടാവുന്നതെന്ന്. കണ്ടില്ലേ, നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പി കൂടിയാണ്. അപ്പോൾ എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനി അടുത്ത വീഡിയോയുമായി വരുന്നത് വരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും.